കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. വാടാനംകുറിശ്ശിയിൽ പൊടിശല്യത്തെ തുടർന്ന് റെയിൽവേ ഗേറ്റ് പരിസരത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ജനങ്ങളോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. റെയിൽവേ മേൽപ്പാല നിർമ്മാണവും പാത നിർമ്മാണവും ഇഴഞ്ഞു നീക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക, പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചു. ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് 3ാം തവണയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വാടാനംകുറിശ്ശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രകടനമായെത്തിയായിരുന്നു പ്രവർത്തകരുടെ ഉപരോധ സമരം. സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. ഗതി മാറും, സമരത്തിന്റെ ഗതി മാറും, സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും. ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം റിയാസ് മുക്കോളി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഏകോപനം ഇല്ലാത്തത് മൂലമാണ് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതെന്നും വരാനിരിക്കുന്ന ഇലക്ഷന് തൊട്ടുമുന്നേ റോഡിൻ്റെയും മേൽപ്പാലത്തിൻ്റെയും ഉദ്ഘാടനം നടത്താമെന്ന് LDF വ്യാമോഹിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാതയുടെയും പാലത്തിൻ്റെയും പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും റിയാസ് മുക്കോളി മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് സമരപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അസീസ് പട്ടാമ്പി, EP യൂസഫ്, അബൂബക്കർ സിദ്ദീഖ്, CP ബാബു, A. ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ, CT അസീസ് തുടങ്ങിയവർ സമരപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വാടാനംകുറിശ്ശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംയുക്തമായാണ് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.